ദി ഹങ്കർ ട്രാവലറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻ വിഭവമായ ബിൻഡി ദോ പ്യാസ ആണ്. വെണ്ടയ്ക്കയും ഒരുപാട് സബോളയും ഇട്ടിട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കാണാം. അടുപ്പ് കത്തിച്ച് ഒരു ഇരുമ്പ് ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. ചൂടായി വരുമ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ വെണ്ടയ്ക്ക ഇട്ട് വഴറ്റിയെടുക്കണം. ആദ്യം കുറച്ചൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിനുശേഷം ഇതുപോലെ ചില്ലിക്കൊക്കെ അരിയുന്ന പോലെ സബോള നല്ല വലിപ്പത്തിൽ അരിഞ്ഞിട്ട് അതും വെണ്ടയ്ക്ക വറുത്തെടുത്ത പോലെ തന്നെ വറുത്തെടുക്കണം. ഇനി ഒരു തക്കാളി ഇതുപോലെ ക്യൂബ്സ് ആക്കി അതും ആ എണ്ണയിൽ തന്നെ ഇട്ട് വറുത്തെടുക്കാം. എല്ലാം വറുത്തെടുത്ത് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വീണ്ടും വെളിച്ചെണ്ണ ഇട്ടതിന് ശേഷം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു വറ്റൽമുളക് രണ്ടായി മുറിച്ചിടുക. അതിനുശേഷം ഒരു സബോള ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി പ്യൂരിയാക്കിയത് ചേർത്ത് കൊടുക്കാം. ഒരുപാട് തക്കാളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് ഒന്ന് ഒഴിവാക്കാം. ഇത് നന്നായി വഴറ്റി ഇതിലെ വെള്ളമെല്ലാം വറ്റിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. മസാലയുടെ പച്ചമണം മാറിയതിനു ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയും തക്കാളിയും സബോളയും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റ് നേരം വഴറ്റിയെടുത്താൽ ബിൻഡി ദോ പ്യാസ റെഡിയായി.